മറ്റു വാർത്തകളിലേക്ക് ക്വാറിയിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ പി.വി. അൻവർ എം.എൽ.എയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു. ഇന്നലെയും പി.വി. അൻവറിനെ ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേർന്നു. സുവി, എത്ര മണിക്കൂറായി ചോദ്യം ചെയ്യൽ തുടരുന്നു? രണ്ടാം ദിവസത്തിലേക്കും ചോദ്യം ചെയ്യൽ കടക്കുമ്പോൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് കൂടിയായി മാറുന്നു? വിവരങ്ങളിലേക്ക്. അപർണ, പി.വി. അൻവറിനെ ഇന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. ഇന്നും ഉച്ചയോടുകൂടി ഒരു 11 മണിയോടുകൂടിയാണ് പി.വി. അൻവർ ഇ.ഡി. ഓഫീസിൽ എത്തിയത്. കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ സമൻസ് അയച്ചാണ് ഈ ഇ.ഡി. ഉദ്യോഗസ്ഥർ പി.വി. അൻവറിനെ വിളിച്ചു വരുത്തിയത്. കാസർഗോഡുള്ള ക്വാറിയുമായി ബന്ധപ്പെട്ട് ക്വാറിയിൽ പങ്കാളിത്തം ഉറപ്പാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 50 ലക്ഷം രൂപ മലപ്പുറം സ്വദേശിയായ സലീമിൽ നിന്ന് പി.വി. അൻവർ തട്ടിച്ചു എന്നാണ് കേസ്. ഈ കേസ് ആദ്യം പരാതി നൽകിയത് ക്രൈംബ്രാഞ്ചിനാണ്. ക്രൈംബ്രാഞ്ച് ഇത് വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല എന്നൊരു ആരോപണവും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇ.ഡി. ഈ കേസ് അന്വേഷണത്തിലേക്ക് വരുന്നത്. ഏതായാലും 2012 നടന്ന സംഭവമാണ്. അതിനുശേഷം ഈ മൊഴിയെടുക്കൽ, ഈ പരാതിക്കാരുടെ മൊഴിയെടുക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പി.വി. അൻവറിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഏതായാലും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇ.ഡിക്ക് മുന്നിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അപർണ. റൈറ്റ്, സുവി വിശ്വനാഥൻ വിവരങ്ങൾ നൽകിയത്.